ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയ്ക്ക് വിട നൽകിയിരിക്കുകയാണ് ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ ജന്മനാടായ ഇറാനിലെ മാഷ്ഹാദിലായിരുന്നു സംസ്കാരം. അമേരിക്കയുടെ ആക്രമണം ടെഹ്റാനിലേക്കും ചബഹാർ അടക്കമുള്ള മറ്റ് പ്രധാന തുറമുഖ നഗരങ്ങളിലേക്കും തുടരുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകളാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതുമാണ്. ഇറാനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ യുദ്ധം ശരിക്കും ഇറാനെ ഒന്നിപ്പിക്കുന്ന കാഴ്ചയല്ലേ ലോകം കാണേണ്ടി വന്നത്? ഇറാനിൽ നിന്ന് ഇനി എന്ത് പ്രതികരണം ഉണ്ടാകും? ഖമനിയുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ ഇനി അടങ്ങിയിരിക്കുമോ? ഇറാൻ ഇനി എന്താണ് പദ്ധതിയിൽ കാണുന്നത്? ശവസംസ്കാര ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത്. ശവസംസ്കാര ശുശ്രൂഷ വേളയിൽ ഉടനീളം ഇറാൻ്റെ തീരപ്രദേശങ്ങളിലെ തുറമുഖങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. അതുമാത്രമല്ല, വടക്കൻ നഗരങ്ങളിലേക്കും മഷാദിലേക്കുള്ള റെയിൽവേ ലൈൻ ഉൾപ്പെടെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഖബറടക്ക ശുശ്രൂഷ പരമാവധി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ ഖബറടക്ക ശുശ്രൂഷ പൂർത്തിയായി. ഇറാൻ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ നോക്കൂ, ഇറാനെ സമ്മർദ്ദപ്പെടുത്താനായി അമേരിക്ക ഒരു മൾട്ടി പ്രോൺ സ്ട്രാറ്റജി ആണ് ഡിസൈൻ ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനിയൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കാനാവുമോ എന്നതാണ്. അതിനുള്ള സ്വാഭാവിക അന്തരീക്ഷം ഡെവലപ്പ് ചെയ്ത് വന്നതുമാണ്. ഇറാൻ ഉപരോധം കൊണ്ട് പൊറുതിമുട്ടുകയാണല്ലോ. 2025 ഡിസംബറിലും 26 ജനുവരിയിലുമായി വലിയ തോതിലാണ് പ്രക്ഷോഭങ്ങൾ, പൊതുജന പ്രക്ഷോഭങ്ങൾ വളരെ ജൈവികമായി അരങ്ങേറിയത്. ഇറാൻ്റെ വിവിധ നഗരങ്ങളിൽ 20-30ഓളം നഗരങ്ങളിൽ വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. ഇത് അനുകൂല സാഹചര്യമായി കണ്ടുകൊണ്ട് ആക്രമണം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾ ഒരു ഭരണകൂടം മാറുന്നതിന് അമേരിക്കയോടൊപ്പം നിൽക്കും, ഇസ്രയേലിനോടൊപ്പം നിൽക്കും എന്നത് വ്യാമോഹമായി മാറി. യഥാർത്ഥത്തിൽ ഫെബ്രുവരി 28, 2026 അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ടെഹ്റാൻ നഗരവും മറ്റ് നഗരങ്ങളും ആക്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ചിതറി നിന്ന ജനവിഭാഗങ്ങൾ പൂർണ്ണമായി ഇറാൻ ഭരണകൂടത്തോടെ, അതായത് മതനേതൃത്വം നയിക്കുന്ന IRGC ഘടനകൾക്ക് പ്രാധാന്യമുള്ള ഇറാനിയൻ നേതൃത്വത്തോടെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഒരു മിത്തായിരുന്നു എന്നായിരുന്നു അമേരിക്കയുടെ ഒരു പ്രൊപ്പഗൻഡ. ഇസ്രായേലും അമേരിക്കയുടെയും ഒരു വലിയ ക്ലെയിം എന്ന് പറയുന്നത് ഇറാൻ ജനത തീർച്ചയായും ഭരണകൂടവുമായി അകലം പാലിക്കുന്നു, അവർ ഭയപ്പാടോടുകൂടി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു എന്നേ ഉള്ളൂ. എതിർപ്പുകളെ എല്ലാം തന്നെ ഉരുക്ക് മുഷ്ടി കൊണ്ട് അടിച്ചമർത്തി അതിൽ ഭയചകിതരായി ഇറാൻ ജനത തൽക്കാലം സംയമനം പാലിക്കുന്നു. ഹെൽപ്പ് ഈസ് അറ്റ് ഹാൻഡ് എന്നാണല്ലോ അമേരിക്ക മുൻപ് പറഞ്ഞിരുന്നത്. ഇതാ തങ്ങൾ എത്തിക്കഴിഞ്ഞു, നിങ്ങൾക്ക് സഹായവുമായി എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഷാ പരമ്പരയിലെ ഒരു രാജകുമാരനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ, ഷാ പഹലവിയുടെ മകനെ ഞങ്ങൾ റെഡിയാക്കി, റിസ പഹലവിയെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെയും കൊണ്ടുവരും. അവിടെ പുതിയ രാജാവായി നിങ്ങൾക്ക് പുതിയ രാജാവിനെ ലഭിക്കും, പുതിയ ഭരണകൂടം ലഭിക്കും. പിന്നെ എല്ലാം ജിങ്ക ലാല എന്നായിരുന്നല്ലോ അമേരിക്കയുടെ ക്ലെയിം. പക്ഷേ അങ്ങനെയല്ല ഇറാൻ ജനത അതിനെ എടുത്തത്. ഇറാൻ ജനത തങ്ങളുടെ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതവരുടെ അവകാശമാണ്. തീർച്ചയായും ആ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏകാധിപത്യ പ്രവണതകളുണ്ടായിരുന്നു, അടിച്ചമർത്തലുകളുണ്ടായിരുന്നു, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടായിരുന്നു. ഈവൻ മാസ അമിനി വിഷയം ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഈ ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിവാദം, അതൊരു ഒരു ചെറിയ ഒരു യങ് ലേഡിയുടെ മരണത്തിൽ കലാശിച്ചു. ഒരു മോബ് അറ്റാക്കാണ്. അങ്ങനെയുള്ളൊരു രാജ്യം എങ്ങനെയാണ് മനുഷ്യാവകാശ ട്രാക്ക് റെക്കോർഡിൽ ഉയർന്നു നിൽക്കുന്നത്? തീർച്ചയായും അമേരിക്കയുടെ അങ്ങനെയുള്ള ക്ലെയിംസ് കുറേയൊക്കെ ശരിയാണ്. പക്ഷേ തങ്ങളുടെ ഗവൺമെൻറ്റിനെ തങ്ങൾക്ക് എതിർക്കാം. പക്ഷേ തങ്ങളുടെ ഗവൺമെൻറ്റിനെയോ തങ്ങളുടെ രാജ്യത്തെയോ മറ്റൊരു ശക്തി എതിർക്കുന്നത് ഇറാനിയൻ ജനത അംഗീകരിക്കുന്നില്ല. ഇത് ഒരു പ്രൊപ്പഗൻഡ മാത്രമല്ല, എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലായത് 6 ദിവസം നീണ്ടുനിന്ന ആയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. 2 കോടിയോളം ജനങ്ങളെയാണ് ഇറാൻ പ്രതീക്ഷിച്ചത്. വിവിധ നഗരങ്ങളിൽ, ഇറാനിലും ഇറാഖിലുമായ പല നഗരങ്ങളിൽ നടന്ന വിശാലമായ ഈ ശുശ്രൂഷ പരിപാടികൾ, അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷ ബന്ധപ്പെട്ട അനുസ്മരണ സമ്മേളനങ്ങളാകാം, അല്ലെങ്കിൽ വിലാപയാത്രയാവാം,
മറ്റ് സമ്മേളനങ്ങളാകാം, പൊതുദർശനങ്ങളാകാം, ഇതെല്ലാം തന്നെ നോക്കൂ, ഇതൊരു ട്രാൻസ്നാഷണൽ അഫെയറാണ്. ഷിയ ജനത ഇറാനിൽ മാത്രമല്ല ഇറാഖിലും ഭൂരിപക്ഷം ഷിയാക്കളാണ്. ഷിയാക്കളുടെയൊക്കെ ആത്മീയ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് ആയത്തുള്ള അലി ഖൊമേനി ആയിരുന്നു ആയത്തുള്ള അലി ഖൊമേനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറാനിലും ഇറാഖിനെയും ഇളക്കിമറിച്ച ഒരു കാര്യമാണ്. ഇറാഖിൽ വലിയ തോതിൽ നജാഫിലും കർബലയിലും ഒക്കെ വലിയ ആൾക്കൂട്ടത്തെയാണ് ഈ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ അല്ലെങ്കിൽ വിലാപയാത്രയിൽ ജനങ്ങൾ അണിനിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സൂചനയായി കണ്ടാൽ 1.5 കോടി ജനങ്ങളാണ് പങ്കെടുത്തത്. ഇറാൻ്റെ ജനസംഖ്യയുടെ ഒരു നല്ല പങ്ക്, അതായത് 9 കോടിയാണ് ജനസംഖ്യ. അതിൽ 1.5 കോടിയോളം ജനം അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അവരെ എന്തായാലും കെട്ടിവലിച്ച് കൊണ്ടുവരാനാവില്ലല്ലോ. അപ്പോൾ അത് ജൈവികമായ ഒരാവേശമാണ്. ഈ ആവേശം മുഴുവൻ മുതലക്കണ്ണീരാണ്. തീർച്ചയായും ഇറാൻ ജനത ഒരുതരം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരുതരം മോർണിംഗ് ആണ്, അല്ലെങ്കിൽ ഈ എല്ലാം പ്രകടനങ്ങൾ മാത്രമാണ് എന്നായിരുന്നു അമേരിക്ക പരിഹസിച്ചിരുന്നത്. പക്ഷേ അതല്ല എന്നും അമേരിക്കയ്ക്കെതിരെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, അമേരിക്കയ്ക്കെതിരെ നടന്ന വലിയ രീതിയിലുള്ള പ്രസംഗങ്ങൾ, വലിയ കവിതകൾ രചിക്കുന്നു. അപ്പോൾ അമേരിക്ക വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയും മുഴങ്ങിക്കേട്ട അവസരമായിരുന്നു ഇറാൻ്റെ ഉള്ളിൽ നടന്ന ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നടന്ന ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. അവസാനം ജന്മസ്ഥലമായ ആയത്തുള്ള അലി ഖൊമേനിയുടെ ജന്മസ്ഥലമായ മഷാദിൽ തന്നെ ഖബറടക്കം നടത്തി. ആ ഖബറടക്കത്തിൻ്റെ സമയത്തും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. 2 തലങ്ങളിൽ ദക്ഷിണ ഭാഗത്തെ തുറമുഖങ്ങൾ എല്ലാം തന്നെ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ആക്രമണ വിധേയമായി. ഖിഷം ദ്വീപിലേക്ക് ആക്രമണം സംഭവിച്ചു. അതുപോലെ ആണവ നിലയത്തിൽ ആക്രമണമുണ്ടായി. ബുഷയർ ആണവ നിലയം, അവിടെയൊക്കെ ആക്രമണം നടന്ന് വികിരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അയൽ രാജ്യമായ കുവൈറ്റിലേക്ക് പോലും വികിരണം എത്താൻ സാധ്യതയുണ്ട് എന്നതൊക്കെ തന്നെ മറച്ചു വെച്ചിട്ടാണ് അമേരിക്ക അവിടേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ പോലും ആക്രമണ വിധേയമായിട്ടില്ലായിരുന്ന ഇറാൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശമായ ചബഹാർ തുറമുഖം, ഇന്ത്യയുടെ കൂടി സഹായത്തോടു കൂടി വികസിപ്പിച്ചെടുത്ത തുറമുഖ മേഖലയും ആക്രമണ വിധേയമായി. എന്തിന് വടക്കൻ ഇറാനിൽ ഈ മഷാദ് നഗരത്തിൽ നിന്നും കിഴക്ക് മറിയുള്ള പ്രദേശത്ത് ഒരു വലിയ റെയിൽവേ ബ്രിഡ്ജ്, അതായത് ഒരു ട്രാൻസ് ബ്രിഡ്ജാണ്, അതായത് ചൈനയിലേക്ക് പോകാവുന്ന ഒരു വലിയ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ബ്രിഡ്ജ് പോലും ആക്രമണ വിധേയമായപ്പോൾ അമേരിക്ക ഉദ്ദേശിച്ചത് ഇതെങ്ങനെയെങ്കിലും അലങ്കോലപ്പെടുത്തുക, എന്നാൽ നേരിട്ട് വലിയ ആൾനാശമുണ്ടാകാത്ത രീതിയിൽ ആക്രമണം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. 14 പേരാണ് കൊല്ലപ്പെട്ടത്, 100-ലധികം പേർക്ക് പരിക്കേറ്റു എന്നതാണ് റിപ്പോർട്ടുകൾ ഇറാനുള്ളിൽ. അതുകൊണ്ട് ആൾനാശത്തിൻ്റെ കാര്യത്തിൽ വൻ നാശമെന്ന് പറയാനാവില്ല. എങ്കിൽ പോലും സംസ്കാര ചടങ്ങുകൾ 2 സൂചനകൾ നൽകുന്നു. ഒന്ന്, ഇറാൻ പീപ്പിൾ ആർ യുണൈറ്റഡ്, ഇറാനിയൻസ് ആർ ഡെഫിനറ്റ്ലി യുണൈറ്റഡ്. അവർ ഒറ്റക്കെട്ടാണ്. അവർക്ക് ദൗർബല്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പരാതികളുണ്ട്, അവർക്ക് കഴിക്കാൻ ആഹാരം പോലും വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. ഉപരോധമാണ് പ്രധാന കാരണം. ഉപരോധത്തിന് അടിസ്ഥാന കാരണം ഇറാൻ നേതൃത്വത്തിന് നയങ്ങളാണ്, സംശയമില്ല. പക്ഷേ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വൈദേശിക ശക്തികൾ ശ്രമിക്കുമ്പോൾ ഭരണകൂടത്തോടുള്ള മറ്റ് വിയോജിപ്പുകൾ മാറ്റി നിർത്തി ജനം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ഇത് കേവലം ഒരു സങ്കല്പമല്ല, ഇത് കേവലം ഒരു പ്രോപ്പഗൻഡ കാര്യമല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പോരാട്ടത്തിൻ്റെ രീതി ട്രംപ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഒരു സമാധാന ചർച്ചയുമില്ല. സമാധാന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നു. ഹോർമൂസ് വീണ്ടും അടയ്ക്കപ്പെട്ടു, അതിലേക്ക് കപ്പലുകൾ പോകുന്നില്ല. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലും ഹോർമൂസ് കടലിലേക്ക് കടന്ന് പോയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ യുദ്ധത്തിന് മറ്റൊരു ഡയമെൻഷൻ വരികയാണ്. പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അറ്റാക്കുകളിലേക്ക് ഒതുങ്ങുമോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 പ്രധാന ശക്തികൾ ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഇടയിൽപ്പെട്ട് ചക്രശ്വാസം വലിക്കുന്നത്, വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് GCC മേഖലയിലെ 6 രാജ്യങ്ങളാണ്. അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വലിയ തോതിൽ ബാധിക്കും, അവിടുത്തെ ജനങ്ങളെ അത് ബാധിക്കും, ലോകത്തിൻ്റെ ആകമാന എണ്ണ വിതരണ സംവിധാനത്തെയും ബാധിക്കും. എണ്ണ വില തീപിടിക്കാൻ പോവുകയാണ്. അപ്പം ഒരു മൾട്ടി ഡയമെൻഷനിലാണ്. അതുകൊണ്ട് ശവസംസ്കാരത്തിന് ശേഷം എന്ത് എന്നത് ആലോചിക്കുമ്പോൾ ഈ ചിന്തകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ലോകം.